ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഗാലക്സി ബിസിനസ് സൈക്കിൾ തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗാലക്സി ബിസിനസ് സൈക്കിൾ തിയറി. നമുക്ക് ആദ്യം ഈ തിയറി എന്തിനെ പറ്റിയാണ് പറയുന്നത് മനസ്സിലാക്കാം. ദ ഗാലക്സി ബിസിനസ് സൈക്കിൾ തിയറി ഡെവലപ്ഡ് ബൈ പോളിഷ് എക്കണോമിസ്റ്റ് മൈക്കൽ ഗാലക്സി. ഇദ്ദേഹം പോളണ്ടുകാരനാണ്. ഇദ്ദേഹമാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സിന്റെ സൈക്ലിക്കൽ നേച്ചർ, അതിന്റെ ആ ഒരു വേരിയേഷൻ, ബൂം, റിസഷൻ, റിക്കവറി, ആ ഒരു എക്കണോമിക് സൈക്കിളിന്റെ ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കുന്നതിനാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഹിസ് മോഡൽ ഇന്റഗ്രേറ്റ്സ് കീ ആസ്പെക്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ആസ്പെക്ട് ഉൾപ്പെടുന്നുണ്ട്, പ്രോഫിറ്റ്സിൻ്റെത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് ടു എക്സ്പ്ലെയിൻ ഹൗ എക്കണോമീസ് എക്സ്പീരിയൻസ് റെക്കറിംഗ് ബൂംസ് ആൻഡ് റിസഷൻസ്. എങ്ങനെയാണ് ഇടവിട്ട് ഈ ബൂംസ്, റിസഷൻ ഒക്കെ ഒരു എക്കോണമിയിൽ ഉണ്ടാവുന്നത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ എലമെന്റ്സ് നോക്കാം. കീ എലമെന്റ്സ് ഓഫ് ദ ഗാലക്സി ബിസിനസ് സൈക്കിൾ. അതിൽ ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ആസ് ദ ഡ്രൈവർ ഓഫ് സൈക്കിൾസ്. അതായത് സൈക്കിൾസിന്റെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. Galaxy emphasized that investment is the primary factor driving fluctuations in economic output. Economic outputലെ ആ ഫ്ലക്ച്വേഷൻസ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിക്ഷേപങ്ങൾ. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഡിപ്പെൻഡ് ഓൺ. അതായത് ഒരു ഫേം അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്. ബിസിനസ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്, അവരുടെ ഭാവിയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയാണല്ലോ ഇത് ബിസിനസ്, അത് ആലോചിച്ചിട്ടാണല്ലോ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല കറണ്ട് പ്രോഫിറ്റ് ലെവൽസ്, ഇപ്പോഴത്തെ പ്രോഫിറ്റ് ലെവൽസ്, ഈ രണ്ട് കാര്യങ്ങളെയാണ് ഈ നേരത്തെ പറഞ്ഞ ആ ഇൻവെസ്റ്റ്മെന്റ് ആശ്രയിച്ചിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് അക്കോർഡിംഗ് ടു ഗാലക്സി ടോട്ടൽ പ്രോഫിറ്റ്സ് ഇൻ ആൻ എക്കോണമി ഡിപ്പെൻഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്. അതായത് ഒരു എക്കോണമിയിലെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ്ങിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ. അത് എങ്ങനെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഈ റൈസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൂടും ആൻഡ് എംപ്ലോയ്മെന്റ്, കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. വിച്ച് ബൂസ്റ്റ് ഓവറോൾ പ്രോഫിറ്റ്സ്. അപ്പൊ ഇത് എന്തിലേക്ക് നയിക്കും? ഓവറോൾ പ്രോഫിറ്റ്സിന്റെ ആ ഒരു ഇൻക്രീസിലേക്ക് നയിക്കും. അടുത്തെന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആക്സിലേറ്റർ മെക്കാനിസം ആണ്. എന്ന് പറയുന്നത് ദ എക്കോണമി എക്സ്പീരിയൻസസ് ഗ്രോത്ത് വെൻ റൈസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ്സ് ഹയർ പ്രോഫിറ്റ്സ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴത്തേക്ക് അത് ഹയർ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ എക്കോണമി ഗ്രോ ആവുന്നു. ഓക്കെ, അപ്പം വിച്ച് ഇൻ ടേൺ എൻകറേജ് മോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിനെ അത് എൻകറേജ് ചെയ്യുന്നു. അതാണ് ഈ മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയുന്നത്. ഹൗവർ ദിസ് ഗ്രോത്ത് കനോട്ട് കണ്ടിന്യൂ ഇൻഡെഫിനറ്റ്ലി. അതായത് അനന്തമായിട്ട് ഇങ്ങനെ ആ ഒരു ഗ്രോത്ത് അങ്ങനെ പോകത്തില്ല. ആസ് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ്. അതായത് ഇവിടെ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് എന്ന സാധനമുണ്ട്. അതായത് ഒരു എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ്, അതിന്റെ ഒരു റോ മെറ്റീരിയൽ, അതിന്റെയൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ലിമിറ്റ് ഉള്ളത് കൊണ്ട് അത് ഈ ഗ്രോത്ത് അനന്തമായിട്ട് പോകത്തില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് അനന്തമായിട്ട് പോകത്തില്ല. അത് മാത്രമല്ല റൈസിംഗ് കോസ്റ്റ് ഉണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കൂടുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം എന്ത് ചെയ്യും? ഓർ ഡിക്ലൈനിങ് എക്സ്പെക്ടേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഡിക്ലൈനിങ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ, അതായത് ഫേംസിന്റെ ആ ഒരു പ്രതീക്ഷ, ഫ്യൂച്ചർ എക്സ്പെക്ടേഷനിൽ വെച്ചാണല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനെ കുറയുന്ന ഒരു അവസ്ഥ. ഇതിന്റെ എല്ലാം കൂടി കമ്പൈൻഡ് എഫക്ട് എന്ത് ചെയ്യും? ഇവൻച്വലി ലിമിറ്റ് ഫർദർ ഇൻവെസ്റ്റ്മെന്റ്, അത് ഫർദർ ഇൻവെസ്റ്റ്മെന്റിനെ ലിമിറ്റ് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ് ടു റിസഷൻ ആണ്. ഇതെന്ന് പറയുന്നത് വെൻ പ്രോഫിറ്റ്സ് ഓർ എക്സ്പെക്ടേഷൻസ് ഡിക്ലൈൻ. നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ കുറയാൻ നേരത്ത് ഫേംസ് കട്ട് ബാക്ക് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കും അല്ലെങ്കിൽ നിർത്തും. ദിസ് റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ട്രിഗേഴ്സ് എ ഡിക്ലൈൻ ഇൻ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ റിഡക്ഷൻ വരുമ്പോഴത്തേക്ക് അത് എന്തിലേക്ക് നയിക്കും? ഇത് എന്തിലേക്ക് ട്രിഗർ ചെയ്യും? എ ഡിക്ലൈൻ ഇൻ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. അത് ഔട്ട്പുട്ട് കുറയുന്നതിന് എംപ്ലോയ്മെന്റ് കുറയുന്നതിലേക്ക് നയിക്കും. ലീഡിംഗ് ടു ആൻ എക്കണോമിക് ഡൗൺ ടൗൺ. അപ്പോൾ എന്തുണ്ടാവും? ഒരു എക്കണോമിക് ഡൗൺ ടൗൺ ഉണ്ടാവും. ഓക്കെ, അത് എക്കണോമി റിസഷനിലേക്ക് വരും. അതാണ് ടേണിംഗ് പോയിന്റ് ടു റിസഷൻ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് എൻഡോജനസ് നേച്ചർ ഓഫ് സൈക്കിൾസ് ആണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു സഹജമായിട്ടുള്ള ആ ഒരു നേച്ചറാണ് ഈ ബിസിനസ് സൈക്കിൾസ് എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഗാലക്സി ആർഗ്യൂഡ് ദാറ്റ് ബിസിനസ് സൈക്കിൾസ് ആർ ആൻ ഇൻഹറന്റ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്സിന്റെ ആ ഒരു സഹജമായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതെന്നാണ് ഈ ബിസിനസ് സൈക്കിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡ്രിവൺ ബൈ ഇന്റേണൽ മാർക്കറ്റ് ഡൈനാമിക്സ്. അതായത് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ഇന്റേണൽ മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്, റാദർ ദാൻ എക്സ്റ്റേണൽ ഷോക്സ്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ പോലെയുള്ള എക്സ്റ്റേണൽ ഷോക്സിന് ഉപരി ഒരു ഇന്റേണൽ ആയിട്ടുള്ള മാർക്കറ്റ് ഡൈനാമിക് ആണ് ഈ ബിസിനസ് സൈക്കിൾസ് ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഫേസസ് ഓഫ് ദ ഗാലക്സി സൈക്കിൾ ആണ്. ഈ ഗാലക്സി സൈക്കിളിന്റെ ആ ഒരു ഫേസസ്, ഘട്ടങ്ങൾ. അല്ലെ, ഒന്നാമത് എക്സ്പാൻഷൻ സ്റ്റേജ് ആണ്. അതായത് അവിടെ ഈ എക്സ്പാൻഷൻ സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, റൈസിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഹയർ പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നു ആൻഡ് ഗ്രോയിങ് എംപ്ലോയ്മെന്റ് കൂടുന്നു. അടുത്തത് ബൂമാണ്. ബൂം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചസ് സാച്ചുറേഷൻ. അതായത് ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ. പ്രോഫിറ്റ്സ് റിമെയിൻ സ്റ്റേബിൾ. അവിടെ പ്രോഫിറ്റ്സ് ഒക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നു, ബട്ട് സ്റ്റാർട്ട് ടു ഡിക്ലൈൻ. പക്ഷേ അവിടെ അതിന്റെ എൻഡിൽ ഒരു ഡിക്ലൈൻ ഉള്ള അവസ്ഥ, കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് ബൂം എന്ന് പറയുന്നത്.
അടുത്തത് വരുന്നത് റിസഷൻ ആണ്. ഫാളിംഗ് ഇൻവെസ്റ്റ്മെന്റ്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ലീഡ്സ് ടു ലോവർ പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്സ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ പ്രൊഡക്ഷൻ കുറയുന്നു, പ്രോഫിറ്റും കുറയുന്നു. അടുത്തത് റിക്കവറി. അടുത്ത സൈക്കിളിന്റെ ഫേസ് വരുന്നത് റിക്കവറിയാണ്. അതായത് ബിസിനസ്സസ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് അഗെയിൻ. ആദ്യത്തിൽ പറഞ്ഞ പോലെ വീണ്ടും ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ് സ്റ്റെബിലൈസ്. അപ്പം ഇതിന്റെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, ആൻഡ് ഡിമാൻഡ് സ്ലോലി ഇംപ്രൂവ്സ്. അതായത് എക്കണോമിയിലെ ഡിമാൻഡ് ക്രമേണ ഇംപ്രൂവ് ചെയ്ത് തുടങ്ങുന്നു. അതായത് ഈ 4 സ്റ്റേ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ടൈം പീരീഡ് നടക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ ആലോചിക്കണം. കറക്റ്റ് ഇപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴോ ഒരു പ്രത്യേക കാലയളവിൽ നടക്കുന്ന ഒന്നല്ല എന്നാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് കെലക്സി വേഴ്സസ് കെയ്ൻസ് ആണ്. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ആശയങ്ങളുടെ ആ ഒരു സാമ്യതയാണ് പറയുന്നത്. വൈൽ കെലക്സി ഷെയർഡ് സം ഐഡിയാസ് വിത്ത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ജെയിം കെയ്ൻസുമായിട്ട് ചില ഐഡിയാസ് കെലക്സി ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ബോത്ത് എംഫസൈസ്ഡ്, ഇവർ രണ്ടുപേരും ഊന്നി പറയുന്നത് എന്താണ്? ദ റോൾ ഓഫ് ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു എക്കണോമിയിലുള്ള ഡിമാൻഡിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും റോളാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അതൊരു സാമ്യതയാണ്. കലക്സീസ് തിയറി യുണീക്ലി ഹൈലൈറ്റഡ്, അതായത് കലക്സിയുടെ തിയറി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ബിസിനസ് സൈക്കിൾസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ബിസിനസ് സൈക്കിളാണ് ഇത് എടുത്തു പറയുന്നത്. ആർഗ്യൂയിങ് ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് മേ റെസിസ്റ്റ് ഫുൾ എംപ്ലോയ്മെന്റ് പോളിസീസ്. ക്യാപിറ്റലിസ്റ്റ് എന്ത് റെസിസ്റ്റ് ചെയ്യും? ഫുൾ എംപ്ലോയ്മെന്റ് പോളിസീസ് റെസിസ്റ്റ് ചെയ്യും. അതായത് ഫുൾ എംപ്ലോയ്മെന്റ് നമുക്കറിയാം, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ, ലാൻഡ്, ലേബർ, എല്ലാ ആൾക്കാർക്കും തൊഴിലുണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഫുൾ എംപ്ലോയ്മെന്റ്. അത് ഇവർ റെസിസ്റ്റ് ചെയ്യും ബിക്കോസ് ദേ റെഡ്യൂസ് ദെയർ കൺട്രോൾ ഓവർ ലേബർ. ലേബറിന് മുകളിലുള്ള ആ ഒരു കൺട്രോൾ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരത് റെസിസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ദ എൻഡോജനസ് നേച്ചർ ഓഫ് സൈക്കിൾസ് ആണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻഡോജനസ് ആയിട്ടുള്ള സൈക്കിൾസിന്റെ നേച്ചറാണ് ഇദ്ദേഹം പറഞ്ഞത്, കലക്സി പറഞ്ഞത്. എന്നാൽ കെയ്ൻസ് പറഞ്ഞ എന്താണ്? എക്സോജനസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ബാധിക്കും എന്നുള്ളതാണ് ഈ സൈക്കിൾസിനെ. അൺലൈക്ക് കെയ്ൻസ് ഫോക്കസ് ഓൺ എക്സ്റ്റേണൽ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി സൊല്യൂഷൻ. അതായത് ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇത് സൈക്കിൾസിനെ അഫക്ട് ചെയ്യുന്നതാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പൊ ഇതുമായിട്ടൊരു വൈരുദ്ധ്യം ഇതിനുണ്ട്. കലക്സീസ് ഇൻസൈറ്റ്സ് റിമെയിൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ പോസ്റ്റ് കെയ്ൻഷ്യൻ എക്കണോമിക്സ്. അതായത് കലക്സിയുടെ ഇൻസൈറ്റ്സ് ഒരു പോസ്റ്റ് കെയ്ൻഷ്യൻ എക്കണോമിക്സിൽ സ്വാധീനിച്ച ഒരു ഘടകമാണ്. ആൻഡ് ഓഫർ എ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ്. അതായത് ഇദ്ദേഹം നിരൂപിച്ചത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ആ ഒരു ഇൻസ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.